തൃശൂർ ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിലെ ഷോപ്പിൽ നിന്നും വാങ്ങിയ സമോസയിൽ നിന്നും പല്ലിയെ കിട്ടിയതായി പരാതി. ബസ് സ്റ്റാൻഡിലെ കൂടൽമാണിക്യം റോഡിൽ പ്രവർത്തിക്കുന്ന ബബിൾ ടീ എന്ന ഷോപ്പിൽ നിന്നും വാങ്ങിയ സമോസയിലാണ് പല്ലിയെ കണ്ടെത്തിയതായി പരാതി. ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം ആദ്യം കേൾക്കാം. മോളാണത് കഴിച്ചുകൊണ്ടിരുന്നത്. പല്ലിയുടെ വാല് കടിച്ച് അത് എന്താണെന്ന് നോക്കിയപ്പോഴാണ് ഈ സംഭവം മനസ്സിലായത്. അപ്പോൾ നമ്മുടെ ആരോഗ്യ വിഭാഗത്തിൽ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റിയിൽ പരാതി കൊടുത്തു. അവിടുത്തെ അനൂപ് സാറ് അതിൻ്റെ തുടർ നടപടികൾ സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സാർ അവിടെ പോയിരുന്നു. CCTVയിൽ നമ്മൾ വാങ്ങിച്ചതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കണ്ടു എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഗൂഗിൾ പേ ആയിട്ടാണ് പേയ്മെൻറ്റ് കൊടുത്തത്. അതിൻ്റെ ഡീറ്റെയിൽസും സാറിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഗൂഗിൾ VS ചേരുന്നുണ്ട്. ഗൂഗിൾ, എന്നാണ് ഈ സമോസ വാങ്ങുന്നത്? അതിൽ പല്ലിയാണ് കാണാൻ കഴിയുന്നത്. വലിയ രീതിയിലൊക്കെ തന്നെ എന്തായാലും ഈ കാര്യത്തെ വലിയ അമ്പരപ്പുണ്ടായി കാണും കുടുംബത്തെ സംബന്ധിച്ചോളം. പിന്നീട് പരാതി ആരോഗ്യവകുപ്പിന് നൽകിയോ? പരാതിയിൽ എന്ത് നടപടി ഉണ്ടായിട്ടുണ്ട് ഗൂഗിൾ? അതായത് ഈ ബസ് സ്റ്റാൻഡിന് സമീപം കൂടൽമാണിക്യം റോഡിൽ പ്രവർത്തിക്കുന്ന ഈ ടീ ഷോപ്പിൽ നിന്നാണ് ഇത്തരത്തിൽ സമൂസ വാങ്ങിച്ചത്. ആദ്യം അവിടെ വെച്ച് സമൂസ ഇവർ കഴിച്ചു. അതിനുശേഷം പിന്നീട് വീട്ടിലേക്ക് 2 സമൂസ പാഴ്സൽ കൊണ്ടുപോയി. അത് കഴിച്ചപ്പോഴാണ് ഇത്തരത്തിൽ അതിനുള്ളിൽ നിന്ന് പല്ലിയെ കണ്ടെത്തിയത്. ഉടൻ തന്നെ ആരോഗ്യ വിഭാഗത്തെ അറിയിച്ചു. ആരോഗ്യ വിഭാഗത്തെ അധികൃതർ വന്ന് ഈ ഷോപ്പ് പരിശോധിച്ചു. അപ്പോൾ അവർ നൽകിയൊരു വിശദീകരണം ഇത് സംബന്ധിച്ച് ഈ സമൂസ വാങ്ങിയത് മറ്റൊരു കടയിൽ നിന്നാണ്, അവിടെ നിന്ന് പാഴ്സലായി വാങ്ങുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഇത് വിതരണം ചെയ്തതെന്നാണ്. അല്ലാണ്ട് ഈ ബേക്കറിയിൽ ഉണ്ടാക്കുന്ന ഒരു സമൂസ ല്ല. അപ്പോൾ അതനുസരിച്ചുള്ള നടപടിക്രമങ്ങളുമായി ആരോഗ്യവകുപ്പ് മുന്നോട്ട് പോവുകയാണ്. പല്ലിയുടെ പെട്ടെന്ന് ഈ സ്വാഭാവികമായി ഇത്തരത്തിൽ വാങ്ങുമ്പോൾ പല്ലിയെ കാണുമ്പോൾ നമുക്ക് ആ ചിത്രത്തിൽ നിന്ന് കാണാം വളരെ അധികം പെട്ടെന്ന് തന്നെ ഒരു പേടിക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ടാകും. കാരണം കഴിക്കുന്ന ഭക്ഷണം അത് വൃത്തിയുള്ളതായിരിക്കണം, അതൊക്കെ നമുക്ക് എല്ലാവർക്കും നിർബന്ധമുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇത്തരത്തിലൊരു അവസ്ഥ അവർക്കുണ്ടായി. സിനി, രാജേഷ് ഇവരാണിങ്ങനെ സമൂസ വാങ്ങി വീട്ടിൽ കൊണ്ടുപോയപ്പോൾ അതിനുള്ളിൽ പല്ലി കണ്ടെത്തിയൊരു സ്ഥിതി ഉണ്ടായത്. ഉടൻ തന്നെ അവർ പരാതിയിൽ നൽകി. ഏതായാലും അതിൽ ആരോഗ്യ വിഭാഗം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കടയിൽ നിന്നല്ല, ഈ ഹോട്ടലിൽ നിന്നല്ല ഇത്തരത്തിൽ ഈ സമൂസ ഉണ്ടാക്കിയത്. മറ്റൊരു സ്ഥലത്താണ് സമൂസ ഉണ്ടാക്കിയതെന്നാണ് വ്യക്തമാകുന്നത്. വേളൂക്കര ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ ഈ സ്ഥാപനത്തിൽ പിന്നെയും ഒന്ന് പരിശോധന നടത്തുകയും ഇവിടെ ജോലി ചെയ്യുന്നവരുടെ ഹെൽത്ത് കാർഡ് ഇല്ലെന്ന് കണ്ടെത്തുകയും ചെയ്തു. അത് എടുത്തതിന് ശേഷം മാത്രം ഇതിൻ്റെ പ്രവർത്തനം, ബേക്കറിയുടെ പ്രവർത്തനം നടത്തിയാൽ മതി എന്ന് പറഞ്ഞ് ഈ ബേക്കറിയുടെ പ്രവർത്തനം താൽക്കാലികമായി അവസാനിപ്പിച്ചിട്ടുണ്ട്.